ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളില്ലേ എൻ്റെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ദിവസങ്ങളായിരുന്നു. ബീങ് എൻ ആർമി വൈഫ് ഇസ് നോട്ട് എൻ ഈസി ജോബ്. അതെനിക്ക് ഈ കുറച്ച് ദിവസങ്ങൾ മനസ്സിലാക്കി തന്നു. ഏതൊരു ഡിഫൻസ് ഓഫീസർ വൈഫിനെ പോലെയും ഈ കുറച്ച് ദിവസങ്ങൾ എനിക്ക് വലിയൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാനോ എൻ്റെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എനിക്ക് പറ്റിയിരുന്നില്ല. ഐറ പനിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ പോലും ഒന്ന് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ ഒന്ന് മോളെ കാണാൻ പോലും ഏട്ടന് പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ കൂടെ നിന്ന കുറേ മനുഷ്യന്മാർ, വിളിച്ച് അന്വേഷിച്ച ആളുകൾ, മെസ്സേജ് അയച്ച് അന്വേഷിച്ച ആളുകൾ, ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എന്നെനിക്ക് മനസ്സിലാക്കി തന്ന കുറച്ച് ദിവസങ്ങൾ. മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടൊരു നെറ്റ്വർക്ക് കിട്ടുന്നതാണ് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് മനസ്സിലാക്കി തന്ന കുറച്ച് സമയങ്ങളായിരുന്നു കടന്നുപോയത്. സോഷ്യൽ മീഡിയയും എല്ലാവരും ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന കുറച്ച് ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ. ഞാൻ മാത്രമല്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളാണ് അത്ലേജും. ഏജീൻ്റെ ഭർത്താവും ഇതുപോലെ ജമ്മുവിലാണ്. അപ്പോൾ രാത്രിയെന്നില്ല പകലെന്നില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ധൈര്യം തരുന്നുണ്ടായിരുന്നു. അതുപോലെ വിളിച്ചാൽ കിട്ടാത്ത ഒരുപാട് കോളുകൾ, കണക്ട് ചെയ്താലും വെറും സെക്കൻഡുകൾ മാത്രം സംസാരിക്കാൻ പറ്റുക. ഇതൊക്കെ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. എനിവേ ഈസ് സേഫ് റൈറ്റ് നൗ. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് കെയർ. ബൈ.